പരിശുദ്ധ മാതാവിനെ കൂടെ പിടിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതമാണ് പിതാവിൻ്റേത്. 2010 കേരളത്തെ മുഴുവനും മാതാവിനോട് കൂട്ടിച്ചേർത്ത് പിടിച്ച് ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച ഒരു പിതാവിൽ നിന്ന് വീണ്ടും നമ്മൾ കാണുന്നത് ഓസ്ട്രേലിയയിലോട്ട് എത്തുന്ന പിതാവിനെയാണ്. 2014 ഔദ്യോഗികമായി സ്ഥാനം സ്വീകരിച്ചപ്പോൾ ഓസ്ട്രേലിയയിലെ 6 സ്റ്റേറ്റുകളിലായിട്ട് ചിതറിക്കിടക്കുന്ന നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് ചേർക്കാനായിട്ട് ആദ്യത്തെ പ്രഥമ രൂപത മെത്രാനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. അപ്പം കേരളത്തിൽ നിന്ന് വീണ്ടും വളരെ വ്യത്യസ്തമായൊരു സംസ്കാരമുള്ള ഓസ്ട്രേലിയയിലോട്ട് വന്നപ്പോൾ കുറേ ഏറെ പ്രതിസന്ധികളുണ്ടായിരുന്നു, ആശങ്കകളുണ്ടായിരുന്നു. പിതാവ് എങ്ങനെയാണ് ആ കാലഘട്ടത്തെ തരണം ചെയ്തത്? വാസ്തവത്തിൽ ഇങ്ങനൊരു രൂപതയുടെ സംവിധാനം വരാൻ പോകുമ്പോൾ തന്നെ മെത്രാൻ സിനഡിൽ ചർച്ച നടന്നു. കാരണം ഇത് പെട്ടെന്നങ്ങ് പൊട്ടി വീഴുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടു ഇങ്ങനെ സ്വീകരിക്കാൻ സന്നദ്ധനാണ്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ദൈവം എന്താണ് നിശ്ചയിക്കുന്നതനുസരിച്ച് ഏതും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പം ഇവിടെ രൂപതയുടെ ഒരു മധ്യസ്ഥയെ തിരഞ്ഞെടുക്കണമായിരുന്നു. അപ്പോൾ ഞാനും മേജർ ആർച്ച് ബിഷപ്പായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവിനെ, ദൈവമാതാവായ പരിശുദ്ധ അമ്മയെയാണ് രൂപത മധ്യസ്ഥയായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. രൂപതയുടെ പേര് സീറോ മലബാർ എപ്പാർക്കിയോ സെൻറ്റ് തോമസ് ദ അപ്പോസ്റ്റൽ എന്നാണെങ്കിലും രൂപതയുടെ മധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ്. എനിക്ക് ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോൾ ഒരു ആകാംക്ഷയും ഒരു അസ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും എനിക്ക് വലിയ പരിചയമുള്ള സ്ഥലമല്ല. എൻ്റെ സുഹൃത്തുക്കളായിരിക്കുന്ന സഹപാഠികളായിരിക്കുന്ന ഏതാനും പേര് ഇവിടെ മെത്രാന്മാരും അച്ഛന്മാരുമായിട്ടുണ്ട്. മെൽബണിലെ സഹായ മെത്രാൻ ടെറി കർട്ടിൻ പിതാവ് ഞങ്ങൾ ഒരുമിച്ച് റൂമിൽ പഠിച്ചതാണ് ഈ പ്രൊപ്പഗാൻഡ കോളേജിൽ. ആ ഒരു പരിചയമുണ്ട്. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി, ഇന്ന് മിഷൻ എന്ന് പറയുന്നത് സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസി സമൂഹമാണ്. കേരളത്തിൽ നിന്ന് യുവജനങ്ങൾ പ്രത്യേകമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു, മെച്ചപ്പെട്ട പഠന സാധ്യതകൾക്കും ജോലി സാധ്യതകൾക്കും ഒക്കെ ആയിട്ട്. ഒരുപക്ഷെ ക്രീമായിരിക്കുന്ന കേരള ക്രൈസ്തവ സമൂഹത്തിലെ സീറോ മലബാർ സഭയിലെ യുവജനങ്ങൾ ഇന്ന് പുറത്താണ്. അത് ഗൾഫ് രാജ്യങ്ങളിലായിരിക്കാം, ഇംഗ്ലണ്ടിലായിരിക്കാം, അയർലൻഡിലായിരിക്കാം, ഓസ്ട്രേലിയയിലായിരിക്കാം, ന്യൂസിലാൻഡിലായിരിക്കാം, കാനഡയിലായിരിക്കാം, US-ലായിരിക്കാം. അപ്പം ഇതൊക്കെ വാസ്തവത്തിൽ ഇന്ത്യയിലുള്ള മിഷൻ രൂപതകളെക്കാളും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇവിടെ വന്ന് ഏകദേശം എൻ്റെ കണക്ക് കൂട്ടലിൽ ഇന്ന് ഒരു 50,000-നും 60,000-നും ഇടയ്ക്ക് സീറോ മലബാർ വിശ്വാസികൾ ഓസ്ട്രേലിയയിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 സ്റ്റേറ്റുകളിലും 2 ടെറിട്ടറികളിലുമായിട്ട് ഇത്രയും ആളുകളുണ്ട്. ചിന്നിച്ചെതറി കിടക്കുന്നതാണ്. വളരെ വിദൂരമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉള്ള 2ഉം 3ഉം 4ഉം കുടുംബങ്ങളായിട്ട് കഴിയുന്നവരുണ്ട്. ഉലൂരു എന്ന് പറയുന്ന വലിയ പ്രശസ്തമായിരിക്കുന്ന ആ സന്ദർശന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെയും സീറോ മലബാർ വിശ്വാസികളായിരിക്കുന്ന 2-3 പേര് താമസിക്കുന്നുണ്ട്. അപ്പം ഇവരെയൊക്കെ കൗതാശികമായിട്ടുള്ള, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് ഒരുമിച്ച് ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാനും മക്കൾക്ക് വിശ്വാസ പരിശീലനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളതും ആണ് എൻ്റെ ഏറ്റവും വലിയ പ്രാഥമിക ദൗത്യമായിട്ട് ഞാൻ കരുതുന്നത്. ഓസ്ട്രേലിയയിൽ സീറോ മലബാർ സഭയുടെ വളർച്ച നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ബോക്സിൽ വളരെ ദൂരം പോയി കുർബാന കണ്ടിരുന്ന മാസങ്ങളും പിന്നെ തുടർന്ന് വീടുകൾക്ക് അടുത്ത് തന്നെ മലയാളം കുർബാനകൾ എല്ലാ ആഴ്ചയും കിട്ടുന്ന അവസ്ഥ. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നല്ലൊരു ഇടയന് വേണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ പേരാണ് ബോസ്കോ പുത്തൂരാണ് നമ്മുടെ ഇടയനെന്ന്. തീർച്ചയായിട്ടും ആ ഒരു ഇടയനിൽ നിന്ന് ഇന്ന് കഴിഞ്ഞ 4 വർഷക്കാലത്തെ ഈ വളർച്ച നോക്കുമ്പോൾ വളരെ വളരെ വ്യക്തമായ ഒരു ത്വരിതഗതിയിലുള്ള വളർച്ചയാണ് ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ പിതാവിന് വളരെ പ്രതിസന്ധികൾ നേരിടുന്നതിനോടൊപ്പം മാതാവിൻ്റെ സഹായമുള്ളതിനോടൊപ്പം തന്നെ ഇവിടുത്തെ സഭകൾ ഒത്തിരിയേറെ സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് പിതാവിൻ്റെ അഭിപ്രായം എന്താണ്? ഏതെങ്കിലും ഒരു സ്ഥലത്ത്, പ്രത്യേകിച്ച് ഒരു പൗരസ്ത്യ രൂപത നിലവിൽ വരണമെങ്കിൽ സ്ഥലത്തെ ലത്തീൻ മെത്രാന്മാരുടെ ഒരു നോൺ ഒബ്ജക്ഷൻ വേണം. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലെ കത്തോലിക്ക ലത്തീൻ മെത്രാന്മാർ വളരെ ഔദാര്യപൂർവ്വം ആണ് പെരുമാറിയത്. ഇപ്പം നമ്മുടെ മാർപ്പാപ്പയിലൂടെ ഇങ്ങനൊരു നിർദ്ദേശം വന്നപ്പോൾ അവർ വളരെ ഔദാര്യപൂർവ്വം ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇത് നല്ലതാണെന്ന് പറയുകയും ചെയ്തു.
അതുകൊണ്ട് ഇവിടുത്തെ ലത്തീൻ മെത്രാന്മാരിൽ നിന്നും ഇവിടുത്തെ പൊതു സമൂഹത്തിൽ നിന്നും നമുക്ക് വളരെയേറെ സഹകരണവും സഹായവും ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കുർബാന ചെല്ലുന്നത് തന്നെ നമുക്ക് സ്വന്തമായിട്ടുള്ള പള്ളികളില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ ലത്തീൻ രൂപതകളുടെ ഇടവകളിലും സ്കൂളുകളിലുമാണ്. അത് നമുക്ക് അംഗീകരിക്കേണ്ടത് തന്നെയാണ്. നന്ദിയോടുകൂടി ഞാൻ അതിനെ ഓർക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ സേവനം ചെയ്യാനായിട്ട് ധാരാളം അച്ഛന്മാരെ കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നതും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് ഞാൻ കരുതുകയാണ്. അതോടൊപ്പം ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം പേരും നമ്മുടെ വിശ്വാസത്തിൽ വളരാനും ആരാധനാക്രമ അനുഭവം ഉണ്ടാകാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും വേണ്ട അവരുടെ ആവേശവും താല്പര്യവും സഹകരണവും ഒക്കെ കൂടുമ്പോഴാണ് ഇവിടുത്തെ നമ്മുടെ രൂപത സാവധാനമാണെങ്കിൽ തന്നെയും വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഞാൻ ഇവരോട് എല്ലാവരോടും നന്ദിയുള്ളവരാണ്. വാസ്തവത്തിൽ ഔദാര്യപൂർവ്വം കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് ജോലി ചെയ്ത് കഴിയുന്ന നമ്മുടെ കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് ദൂരം യാത്ര ചെയ്തിട്ട് കുർബാനയ്ക്ക് വരികയും അവരുടെ മിച്ചത്തിൽ നിന്ന് രൂപതയെ സഹായിക്കാനും ഇടവകയെ സഹായിക്കാനുമായിട്ട് സാമ്പത്തികമായിട്ടും വ്യക്തിപരമായിട്ടും മറ്റു തരത്തിലൊക്കെ സഹായിക്കാനായിട്ട് അവർ പരിശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഒരു ദൈവത്തിൻ്റെ പരിപാലനയുടെ വലിയൊരു അടയാളമായിട്ട് ഞാൻ കാണുകയാണ് ചെയ്യുന്നത്. മെൽബൺ രൂപതയുടെ വളർച്ച ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് അറിയണമെന്ന ആഗ്രഹമുണ്ട്. അപ്പം ഇവിടുത്തെ ഇടവകകൾ, രൂപതകൾ, കുർബാന സെൻറ്ററുകൾ, അവയെക്കുറിച്ച് നമ്മുടെ വിശ്വാസ സമൂഹത്തിനോട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ബിസ്മിയോട് ചോദിച്ചപ്പോൾ ബിസ്മി പറഞ്ഞു 20 കൊല്ലം മുമ്പ് ഇവിടെ വന്നതാണെന്ന്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 20 കൊല്ലത്തിന് ഇപ്പുറമാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഓസ്ട്രേലിയയിൽ കുടിയേറി പാർക്കാൻ വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സമൂഹം വളരെ ചെറുപ്പമാണ്. 45 വയസ്സിന് താഴെയുള്ളവരാണ് മഹാഭൂരിപക്ഷം പേരും. ഈ വിശ്വാസ സമൂഹത്തിൽ നമുക്ക് ഒരുമിച്ച് ചേരാനുള്ള പള്ളികൾ ഉണ്ടാകുക, നമ്മുടെ കുട്ടികൾക്ക് മതബോധനത്തിനുള്ള സ്കൂളുകളുണ്ടാകുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിലിരിക്കുന്ന ആളുകൾക്ക് പുറത്തുള്ളവർക്ക് ഇവിടെ ധാരാളം പള്ളികൾ വിൽക്കാനുണ്ടല്ലോ, അപ്പോൾ പിന്നെ ആ പള്ളികൾ ഉപയോഗിച്ചുകൂടെ, പിന്നെ എന്തിനാ പുതിയ പള്ളികളെന്നും ചോദിക്കുന്ന ചോദ്യം ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്കറിയാം ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്കൊരു പള്ളി വേണമെങ്കിൽ 300 പേരുടെ ഒരു പള്ളി വേണമെങ്കിൽ ഒരു 100 പേർക്കുള്ള പാർക്കിംഗ് പ്ലേസെങ്കിലും വേണം. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഹോളെങ്കിലും വേണം കാറ്റഗിസത്തിന്. മാത്രമല്ല നമ്മുടെ ഇടവക സമൂഹം ജീവിക്കുന്ന സാഹചര്യത്തിലും ഭൂപ്രദേശത്തുമായിരിക്കണം നമുക്കൊരു പള്ളി. ഒരു 50 കിലോമീറ്റർ അങ്ങേപ്പുറത്ത് ഒരു പള്ളി വിൽക്കാനുണ്ടെന്നുള്ളത് കൊണ്ട് നമുക്കത് മേടിച്ചൊരു കാര്യമില്ല. കാരണം അവിടെ പാർക്കിംഗ് ഉണ്ടാകില്ല, നമ്മുടെ ആളുകൾ താമസിക്കുന്നത് വലിയ ദൂരത്തായിരിക്കും അത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മുടെ പല സ്ഥലങ്ങളിലും, ഇപ്പം അഡലെയിലായിരുന്നാലും മെൽബണിലെ 3 ഇടവക സമൂഹത്തിലായിരുന്നാലും ബ്രിസ്ബെയിനിലെ 2 ഇടവക സമൂഹത്തിലായിരുന്നാലും പെർത്തിലായിരുന്നാലും കാൻബറയിലായിരുന്നാലും ആ ഇടവക സമൂഹം തന്നെ ബുദ്ധിമുട്ടി പണം സമാഹരിച്ച് അവർക്ക് വേണ്ടി പള്ളിക്കുള്ള സംവിധാനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷദായകമായ കാര്യമാണ്. അങ്ങനെ ഇടവക സമൂഹം ആത്മീയമായിട്ടും ബൗദ്ധികമായിട്ടും ഒരു സമൂഹം എന്നുള്ള രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെ ഓസ്ട്രേലിയയിലുള്ള സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ആഗോള സീറോ മലബാർ സഭയ്ക്കും കത്തോലിക്ക സഭയ്ക്കും അഭിമാനിക്കാവുന്ന കാര്യമായിട്ട് ഞാൻ കാണുകയാണ്. പിതാവിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ശൈലിയാണ് യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പിതാവാകുക എന്ന്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇടയിലുള്ള യുവാക്കളെല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രീസ്റ്റ് എന്നാണ് പിതാവിനെ വിളിക്കുന്നത് തന്നെ. അതിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ SMYMൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ശക്തി ലഭിച്ചത് തന്നെ. അതിനെക്കുറിച്ച് ആ മൂവ്മെൻറ്റിലോട്ട് എത്താനുള്ള കാരണങ്ങൾ നമ്മൾ കുറച്ചൊക്കെ പിതാവ് നമ്മളായിട്ട് പങ്കുവെച്ചു. പക്ഷേ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ, ഭാവി പ്രവർത്തനങ്ങൾ, അവയെക്കുറിച്ചൊക്കെ പിതാവ് നമ്മുടെ വിശ്വാസി സമൂഹമായിട്ടൊന്ന് പങ്കുവെക്കാമോ? നേരത്തെ ചോദിച്ച ചോദ്യം സീറോ മലബാർ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ പ്രവർത്തനം ഓസ്ട്രേലിയയിൽ എങ്ങനെയാണെന്നുള്ളതാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രവാസി സമൂഹം ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് സാമ്പത്തികമായിട്ടൊന്നുമല്ല, നമ്മുടെ മക്കളുടെ വളർച്ചയിലാണ്. പാരൻറ്റിങ് എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ കാണുന്നൊരു പ്രതിഭാസം, കുടിയേറിപ്പാർത്ത മാതാപിതാക്കൾ ശാരീരികമായിട്ട് മാത്രമാണ് ഓസ്ട്രേലിയയിൽ,
മനസ്സുകൊണ്ട് അവർ തനി മലയാളികളും സുറിയാനി കത്തോലിക്കരുമാണ്. ഇവിടെ ജനിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം തൊലിപ്പുറം മാത്രമാണ് അവർ ഇന്ത്യക്കാർ. മനസ്സുകൊണ്ടും അവരുടെ ചിന്താരീതി കൊണ്ടും അവർ തനി ഓസ്ട്രേലിയക്കാരാണ്. ഇത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വീടുകളിൽ പ്രതിസന്ധിയുണ്ട്, അവർ പോകുന്ന സ്കൂളുകളിൽ പ്രതിസന്ധിയുണ്ട്. വീട്ടിൽ അവരൊരർത്ഥത്തിൽ അന്യരായി കഴിയേണ്ട കാലഘട്ടം വരുന്നതാണ്. സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ വേറൊരു രീതിയിൽ അവിടെയും അന്യതാബോധം അനുഭവിക്കുന്നു. ഈ ഒരു സംഘർഷത്തെ തിരിച്ചറിയാനും അവരെ അവരുടെ ജീവിതത്തിൽ അക്കമ്പനി ചെയ്യാനും വിശ്വാസത്തിൽ അവരെ വളർത്താനും ശക്തീകരിക്കാനുമുള്ള വലിയ ചുമതല സഭാസമൂഹത്തിന്, രൂപതയ്ക്ക്, ഇടവക സമൂഹത്തിന് ഉണ്ട് എന്നുള്ള ബോധ്യമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ അടുത്ത കാലത്ത് റോമിൽ വെച്ച് യുവജനങ്ങളുടെ വിശ്വാസത്തെപ്പറ്റിയും അവരുടെ ദൈവവിളി സ്വീകരണത്തെപ്പറ്റിയുമുള്ള വലിയ ഒരു സിനഡ് നടന്നു. ആ സിനഡിലെ മുഖ്യ ബൈബിൾ ചിന്തയായിട്ടെടുത്തത് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായമാണ്. ആ 24-ാം അധ്യായത്തിലെ എമാവുസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോടുകൂടെ ഈശോ യാത്ര ചെയ്യുന്നതും അവർക്ക് ദൈവവചനം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും അവരുമായിട്ട് അപ്പം മുറിക്കുന്നതുമാണ്. അപ്പം അതിന് അവസാനം ജെറൂസലേമിൽ നിന്ന് പേടിച്ച് ഓടിപ്പോയിരുന്ന ആ ശിഷ്യന്മാരെ വീണ്ടും തിരിച്ച് ജെറൂസലേമിലേക്ക് വരികയാണ്. അവരുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങി, അവരുടെ കണ്ണുകൾ തുറന്നു, അവർ ഈശോയെ തിരിച്ചറിഞ്ഞു, ഉത്ഥിതനായി ഈശോയെ അനുഭവിച്ചു. തിരിച്ച് ജെറൂസലേമിൽ ചെന്നിട്ട് അവർ ഈശോയെ കണ്ട വിവരം മറ്റുള്ളവരോട് പറയുകയാണ്. ഈ ഒരു ശൈലിയിൽ നമ്മുടെ മക്കളെ ഈശോയുടെ അനുഭവത്തിൽ വളർത്താനും അവരുടെ ഹൃദയം ജ്വലിപ്പിക്കാനും അവരുടെ കണ്ണുകൾ തുറക്കാനും അവരുടെ കൂടെ ജീവിതയാത്ര ചെയ്യുന്ന ഈശോയെ തിരിച്ചറിയാനും ആ ഈശോയെ തങ്ങളുടെ സഹപാഠികളോടും പ്രവർത്തിക്കുന്നവരോടും സുഹൃത്തുക്കളോടും പങ്കുവയ്ക്കാനുമുള്ള ഒരു പക്വതയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ച് വളർത്തുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ സമൂഹത്തിൻ്റെ, രൂപതയുടെ, ഇടവകയുടെ, കുടുംബങ്ങളുടെ ഏറ്റവും വലിയ ചുമതല എന്ന് കരുതുന്ന ആളാണ്. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ജ്വലിക്കുന്ന കണ്ണുകളിൽ നിന്ന് തന്നെ എനിക്കറിയാം ആ പ്രസരിപ്പ് അങ്ങിൽ നിന്ന് യുവജനങ്ങളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ യുണൈറ്റ് 2018 പങ്കെടുത്ത യുവാക്കൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പിതാവ് പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലോട്ട് വരികയാണ്. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രശ്നമാണത്. ആ കുടുംബ ബന്ധങ്ങളെ ആകുമ്പോൾ ക്രൈസ്തവ വിശ്വാസം കൊണ്ട് ഊട്ടിയുറപ്പിക്കാനായിട്ട് നമ്മുടെ രൂപതയ്ക്ക് എന്ത് ചെയ്യാനാകും? എന്താണ് നമ്മുടെ രൂപതയുടെ ഒരു നിലപാട്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടുംബങ്ങൾ ഭദ്രമായാൽ സമൂഹം ഭദ്രമായി, സഭ ഭദ്രമായി, ലോകം ഭദ്രമായി. പക്ഷെ പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. സംഭവിക്കാതിരിക്കുന്നതിന് പ്രധാന കാരണം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലുള്ള അകൽച്ച, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള താല്പര്യക്കുറവ്, വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കുള്ള മുൻഗണന, സമ്പത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ, ഇതൊക്കെയാണെന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ഒരുപക്ഷെ പ്രവാസി സമൂഹത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ ഒരു പ്രലോഭനമെന്ന് പറയട്ടെ, വെട്ടിപ്പിടിക്കാനായിട്ടുള്ള തീവ്രമായിട്ടുള്ള, ഞാൻ തനി മലയാളം വാക്ക് പറയും, ആക്രാന്തത്തിൻ്റെ കാലം. അപ്പം സമ്പാദിച്ചു കൂട്ടാനുള്ള ആ വ്യഗ്രതയിൽ ആർക്ക് വേണ്ടിയാണ് സമ്പാദിക്കുന്നത് പോലും ഓർക്കാതെ ഇന്നത്തെ കുടുംബജീവിതം മറന്നിട്ട് നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സുരക്ഷിതത്വം ഉണ്ടാക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുണ്ടായി, there are people among us who to make secure the life in future forgetting to live the present. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടത് നമ്മുടെ സ്നേഹ സാന്നിധ്യമാണ്. നമ്മുടെ മക്കൾ വീക്കെൻഡിന് ശനിയാഴ്ച ഞായറാഴ്ച സ്കൂളില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ അപ്പനും അമ്മയും അവരോട് കൂടി ഉണ്ടായിരിക്കാൻ സാധിക്കാതെ വന്നാൽ എന്ത് സമ്പാദിച്ചാലും കാര്യം എന്താ? ഞാൻ വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ധരിക്കുകയാണ്,
Sunday is the day of the family. Sunday is the day of the Lord. ഞായറാഴ്ചകളിലും ആഘോഷ ദിവസങ്ങളിലും നമ്മുടെ മക്കളോടും ഭാര്യയോടും ഭർത്താവിനോടും കൂടി ആയിരിക്കാനും ലീഷർലി ആയിട്ട് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കാനും ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് പള്ളിയിൽ പോകാനും നമുക്ക് സാധിച്ചാൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ടൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ മക്കളെ ശ്രവിക്കാനായിട്ടുള്ള സമയം നമുക്കുണ്ടാകണം. അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരുപാട് കഥകളുണ്ടാകും അവർക്ക്. ആ കഥകൾ കേൾക്കാൻ നമുക്ക് സമയമുണ്ടോ? ഒരുപക്ഷേ നമ്മുടെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി ഒന്ന് വിശ്രമിച്ചാൽ കൊള്ളാമെന്ന് കരുതി നിൽക്കുന്ന നേരത്തായിരിക്കും മോളോ മോനോ വന്നിട്ട് കഥ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൽ താല്പര്യക്കുറവ് കാണിച്ചാൽ പിന്നെ അവളോ അവനോ പിന്നെ നമ്മളോട് മിണ്ടില്ല, അകൽച്ചയായി. ഈ അകൽച്ച ഒഴിവാക്കാനായിട്ട് വളരെ ബോധപൂർവം നമ്മുടെ കുടുംബം നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണെന്നുള്ള തിരിച്ചറിവ് മാതാപിതാക്കൾക്കും മക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ വലിയ ചുമതല. കൊടുക്കാൻ ആർക്കും പറ്റില്ല എന്ന് നമുക്കറിയാം. കാരണം ഇതൊക്കെ അവിടെ തന്നെ ഉണ്ടാകേണ്ട മൂല്യബോധമാണ്. ആ മൂല്യബോധത്തിലേക്ക് വളർത്താനായിട്ട് പറ്റുന്ന സഹായം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ യുണൈറ്റ് ഈ യൂത്ത് കോൺഫറൻസ് നടന്നത്, ആ യുവജനങ്ങളെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അവരുടെ പ്രശ്നങ്ങളെ നിങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ട് പരിശ്രമിക്കുക. അവരോട് ഒരു എമ്പതിയോടുകൂടി പെരുമാറുക. റെസ്പെക്റ്റ് ദം, ലവ് ദം, അണ്ടർസ്റ്റാൻഡ് ദെയർ സഫറിങ് ഫോർ യു. ഇത് മറുവശത്തുനിന്ന് ഉണ്ടാകുക. കുട്ടികൾ എത്ര അന്യതാബോധത്തോടു കൂടി ജീവിക്കുകയാണ്, എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അവർ ഈ ഓസ്ട്രേലിയൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ബയോളജിക്കലായിട്ടുള്ള മാതാപിതാക്കളിൽ നിന്ന് വരുന്ന കുട്ടികൾ സ്കൂളിൽ സഹപാഠികളായിട്ടുള്ളവർ വളരെ കുറച്ച് പേരേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അവർക്ക് കുടുംബം എന്ന് പറയുന്ന കാര്യം മനസ്സിലാകാത്തവരാണ്. അപ്പോൾ അവരുമായിട്ട് ഇടപഴകുന്നവരാണ് നമ്മുടെ മക്കൾ എന്നുള്ളത് കൊണ്ട് അവർക്കും കുടുംബത്തിൻ്റെ പരിഭാവനതയെപ്പറ്റി, പരിശുദ്ധിയെപ്പറ്റി, സ്നേഹത്തെപ്പറ്റി അല്പം കുറവുണ്ടാകും. അത് കൊടുക്കേണ്ട ചുമതല മാതാപിതാക്കളുടെ. വളരെ ലളിതമായി പറഞ്ഞാൽ, ലളിത ജീവിതം നയിക്കുകയാണെങ്കിൽ അതായിരിക്കും കുടുംബ ഭദ്രതയ്ക്ക് ഏറ്റവും നല്ലതെന്ന് എനിക്ക് മനസ്സിലായ തത്വം. ഞാൻ അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുകയാണ്. നമുക്ക് അറിയാം, ആഗോള സഭ വളരെയധികം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പണ്ട് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 19-ാം നൂറ്റാണ്ടിലും ഇതിലേറെ പ്രശ്നങ്ങളുണ്ടായ സമയങ്ങളുണ്ടായിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ നമ്മൾ അതിലും ശക്തിയായിട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ലോകമെമ്പാടും ഈ പ്രതിസന്ധി ഉള്ള സമയത്ത് പുരോഹിത വിഭാഗത്തിനും സന്യാസ വിഭാഗത്തിനും അൽമായർക്കും പിതാവിൻ്റെ ഭാഗത്തു നിന്ന് പ്രാർത്ഥനയോടൊപ്പം കർമ്മ ഉത്സുകരായിട്ട് നടക്കാനായിട്ട്, അല്ലെങ്കിൽ അതിന് എതിരെ ചെറുക്കാനായിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് നമ്മുടെ മെൽബൺ രൂപതയുടെ അച്ഛന്മാർക്കൊരു ധ്യാനം ഉണ്ടായിരുന്നു നവംബർ മാസത്തിലെ. അവിടെ ധ്യാനഗുരു ആയിരുന്ന ഗ്രെഗ് പിതാവ് വളരെ മനോഹരമായിട്ടുള്ള സന്ദേശം ഞങ്ങൾക്ക് നൽകി. പിതാവ് പറഞ്ഞൊരു കാര്യം, ഈ കാണുന്ന അസ്വസ്ഥതയും ആകുലതയും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അതിനെ നമ്മൾ കാണേണ്ടത് ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നമ്മൾ കർത്താവിൻ്റെ ഉത്ഥാനത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും അവഹേളനത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒറ്റിക്കൊടുക്കപ്പെടലിൻ്റെയൊക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ പെസഹ രഹസ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈശോയുടെ കുരിശിനോട് ചേർത്തുകൊണ്ട് വേണം ഈ സഹനത്തെയും വേദനയെയും കഷ്ടപ്പാടുകളെയും പ്രതിസന്ധികളൊക്കെ നമ്മൾ കാണേണ്ടത് എന്ന്. നമ്മളൊന്ന് എടുത്തു നോക്കി, ഈശോ 12 പേരെ തിരഞ്ഞെടുത്തു. ദൈവപുത്രനായിരുന്ന ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് നേരം വെളുത്തപ്പോൾ പറയുന്നത് അവൻ തനിക്ക് ഇഷ്ടമുള്ള 12 പേരെ തിരഞ്ഞെടുത്തു എന്നാണ്. ഈ 12 പേരിൽ 2 പേര് വളരെ നല്ലവരെന്ന് കരുതുന്ന 2 പേര്, യാക്കോബും യോഹന്നാനും എന്താ ചിന്തിച്ചിരുന്നത്? അമ്മയെ റെക്കമെൻഡേഷൻ കൊണ്ടുവന്നു. എന്ത്? 1-ാം സ്ഥാനം 2-ാം സ്ഥാനം കിട്ടാനായിട്ട്. ഈശോ പീഡാസഹനത്തെയും കുരിശുമരണത്തെ പറ്റി പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് ലൗകികമായിട്ട് നേട്ടങ്ങളെ പറ്റിയാണ്. മുഖ്യ അപ്പസ്തോല സംഘത്തിൻ്റെ മുഖ്യനായിട്ട് തിരഞ്ഞെടുത്ത പത്രോസ് 1 പ്രാവശ്യമല്ല 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞു. അത് അവിചാരിതമായിട്ടല്ല, ഈശോ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു.
കർത്താവ് തിരഞ്ഞെടുത്ത ഒരാളാണ് കാശ് ലാഭത്തിന് വേണ്ടി ഈശോയെ ഒറ്റിക്കൊടുത്തത്. അപ്പോൾ 12-ൽ 4ആണത്. അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെയാണ് ഈശോയുടെ കാലത്ത് തന്നെ സഭ മുന്നോട്ട് പോയത്. അപ്പോൾ ഈ പ്രതിസന്ധികൾ സഭയുടെ കുരിശിൻ്റെ സഹനത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ഈ സഹനത്തിലൂടെ സഭ ക്രിസ്തുവിൻ്റെ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സഹനം എന്നും വിശ്വാസിയുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ഡിസൈപ്പിൾഷിപ്പ് ഈസ് കോസ്റ്റ്ലി. ശിഷ്യത്വം എന്ന് പറയുന്നത് വില കൊടുത്ത് വാങ്ങേണ്ടതാണ്. അതിന് കുറുക്കുവഴി ഒന്നുമില്ല, ജാലവിദ്യയൊന്നുമില്ല. അപ്പം ഇനി ഈ പ്രതിസന്ധികൾ ആരുണ്ടാക്കുന്ന പ്രതിസന്ധിയാണ്? ഒരുപക്ഷെ സഭയുടെ പുറത്തു നിന്നുള്ള പ്രതിസന്ധിയേക്കാൾ കൂടുതൽ സഭയ്ക്ക് വേദന തരുന്നത് സഭയുടെ അകത്തു നിന്നുള്ള പ്രതിസന്ധികളാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെ കുറുന്തോട്ടിക്ക് തന്നെ വാദം പിടിച്ചാൽ, വേലി തന്നെ വിളവ് തിന്നാൽ എന്താകും എന്നൊക്കെ ഇപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ? ആ പ്രതിസന്ധി സമൂഹത്തിൽ ഇന്ന് ഉണ്ട്, സഭാസമൂഹത്തിലുണ്ട്. അപ്പോൾ അത് ഇന്നല്ല എന്നും ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ് ഞാൻ അപ്പസ്തോല കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞത്. അപ്പോൾ സഭ എളിമയുടെ, ശുശ്രൂഷയുടെ, സേവനത്തിൻ്റെ, കുരിശിൻ്റെ പാത കുറച്ചുകൂടി ബോധപൂർവം, ശ്രദ്ധാപൂർവം, താല്പര്യപൂർവം അനുധാവനം ചെയ്യാനായിട്ടുള്ള ഒരു വലിയ ഉണർത്തുപാട്ടാണ് ഈ പ്രതിസന്ധികളെന്ന് ഞാൻ കരുതുന്നു. നമ്മളെ ഇത് തളർത്തരുത്, തകർക്കരുത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. സഭ എന്നും ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് വളർന്ന് ഈശോയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷം അനുഭവിക്കുകയും ജീവിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാൻ പ്രാപ്തയാകും. അതിനുള്ള ചെറിയ ഒരു കൈത്താങ്ങ് കൊടുക്കുക മാത്രമാണ് സീറോ മലബാർ ഓസ്ട്രേലിയൻ രൂപതയുടെ മെത്രാൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഉണർത്തുപാട്ടുകളാണ് എന്നും ജനത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടാം. നമ്മുടെ വിശ്വാസ സമൂഹത്തിന് പിതാവിന് അവസാനമായിട്ട് നൽകാനുള്ള സന്ദേശം എന്തായിരിക്കും? എനിക്ക് പറയാനുള്ളത്, നമ്മൾ സുവിശേഷത്തിൽ പറഞ്ഞു കേട്ടിട്ടില്ലേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റിയും ദാനങ്ങളെപ്പറ്റിയും. ആ ഫലങ്ങളും ദാനങ്ങളും, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമ്മൾ അനുഭവിക്കാൻ പഠിക്കുക. ആ 3 ഫലങ്ങൾ ആദ്യത്തേത് പ്രത്യേകം ശ്രദ്ധിക്കുക: സ്നേഹം, സമാധാനം, സന്തോഷം. ഈ സ്നേഹവും സമാധാനവും സന്തോഷവും വ്യക്തിപരമായിട്ട് ഞാൻ അനുഭവിക്കുകയും കുടുംബത്തിലത് പങ്കുവയ്ക്കുകയും ഇടവക സമൂഹത്തിലത് പങ്കുവയ്ക്കുകയും മറ്റ് പ്രവർത്തന മണ്ഡലങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്ഭുതങ്ങൾ നമ്മളിലൂടെ ദൈവം ചെയ്യും. അതാണ് എനിക്ക് പറയാനുള്ള അവസാനത്തെ സന്ദേശം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം നമ്മോടൊപ്പം അനുഭവങ്ങൾ പങ്കുവച്ച മെൽബൺ രൂപതയുടെ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് ഷാലോം മീഡിയ മിനിസ്ട്രിയുടെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി.